കൂട്ടുകാരോടൊത്തുള്ള എൻ്റെ രാജസ്ഥാൻ യാത്രയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബുധനാഴ്ച രാത്രി 11:25 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ എറണാകുളം ഓഖ എക്സ്പ്രസ്സിലാണ് ഞങ്ങളുടെ യാത്ര. ഗുജറാത്തിലെ ഓഖ വരെ പോകുന്ന ഈ ട്രെയിനിൽ അഹമ്മദാബാദിലാണ് ഞങ്ങൾക്ക് ആദ്യമായി ഇറങ്ങേണ്ടത്. വെള്ളിയാഴ്ച രാവിലെ 6:40 ഞങ്ങൾ അഹമ്മദാബാദ് സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ ദൂരെയുള്ള സബർമതി ബീജി സ്റ്റേഷനിലേക്ക് ഒരു ടാക്സി എടുത്തു പോയി. രാവിലെ 10:25 സബർമതിയിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത ട്രെയിൻ പുറപ്പെടുന്നത്. വണ്ടി പുറപ്പെടാൻ കുറേ കൂടി സമയമുള്ളത് കൊണ്ട് ഒരു ചായയും കുടിച്ച് ഞങ്ങൾ അവിടെയെല്ലാം ചുറ്റിക്കണ്ടു. അതിശയിപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് സബർമതി സ്റ്റേഷനിലും പരിസരത്തും നടക്കുന്നത്. ഭാവിയിൽ ബുള്ളറ്റ് ട്രെയിൻ, മെട്രോ, ഇന്ത്യൻ റെയിൽവേ എന്നിവയെല്ലാം ഒത്തുചേരുന്ന ഒരു വലിയ മൾട്ടി മോഡൽ ഹബ്ബായി ഇത് മാറാൻ പോവുകയാണ്. എയർപോർട്ട് ടെർമിനലുകൾക്ക് സമാനമായ വേൾഡ് ക്ലാസ് ഫെസിലിറ്റികളോട് കൂടിയ ഒരു മികച്ച റെയിൽവേ സ്റ്റേഷനായി മാറാൻ തയ്യാറെടുക്കുകയാണ് സബർമതി ബീജി സ്റ്റേഷൻ. നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്. വരും കാലങ്ങളിൽ ഗുജറാത്തിലെ ഏറ്റവും തിരക്കുള്ള ആധുനികമായ ഒരു റെയിൽവേ സ്റ്റേഷനായി സബർമതി മാറുമെന്നതിൽ സംശയമില്ല. ഞങ്ങളുടെ ട്രെയിൻ പുറപ്പെടാൻ സമയമായി. സബർമതി മുതൽ ജമ്മു വരെ പോകുന്ന ട്രെയിനാണിത്. ട്രെയിനിന് ഉൾവശം വൃത്തിയുള്ളത് തന്നെയാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ മാറുന്ന ഗുജറാത്തിൻ്റെ പല വികസന പ്രവർത്തനങ്ങളും കാണാൻ കഴിഞ്ഞു. ദൂരെയായി ചെറിയ കുന്നുകളും മലകളും തെളിഞ്ഞു കണ്ടു തുടങ്ങി. ഞങ്ങൾ രാജസ്ഥാന്റെ അതിർത്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 7 മണിയോടെ ഞങ്ങൾ ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ജോധ്പൂരിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.